നേപ്പാളിലുണ്ടായതെന്നറിയാമല്ലോ, ഈ ഗോദി മീഡിയയുടെ ഓഫീസും ഒക്കെ അടിച്ച് പൊളിച്ച് നാശം എല്ലാം ഇറങ്ങി ഓടി. അത് ഇന്ത്യയിൽ സംഭവിക്കും. നാളെ ഈ അർണബ് കോസാമിയും കീസാമിയും എല്ലാം ഓടുന്നത് കണ്ടോണം. ഇത് പറയുന്നത് ഞാൻ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. കാരണം ലോകത്ത് ഇത് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകും. ഇതിന് നിങ്ങൾ ഡീപ് സ്റ്റേറ്റിൽ നിന്ന്, ആ സ്റ്റേറ്റിൽ നിന്ന്, ഈ സ്റ്റേറ്റിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ഒരു സാധാരണക്കാരൻ്റെ വോട്ട് മോഷ്ടിച്ചിട്ട് അതിൻ്റെ വോട്ടുകളെല്ലാം മാറ്റിയിട്ട് അതിനകത്ത് കള്ളപ്പേര് ചേർത്തിട്ട് ആൾക്കാരെ വിജയിപ്പിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്? അതാണ് ബീഹാറിൽ നടന്ന ചലനം എന്ന് പറയുന്നത്. ആ മൂവ്മെന്റിനെ ഇവിടുത്തെ ഗോദി മീഡിയയും BJP സപ്പോർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ സ്പോണ്ടേനിയസ് റിയാക്ഷൻ അത് ഇവന്മാർ ഞെട്ടിപ്പോയി. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ഇന്ത്യയിലും ഉണ്ടാകും. സാധാരണക്കാരൻ ജനാധിപത്യ വിശ്വാസികളെ വഞ്ചിച്ചു. അവിടെയാണ് സുപ്രീം കോടതി ഇടപെടുന്നത്. സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് അട്ടിയാണ്, തലക്കടിയാണ് കൊടുത്തേക്കുന്നത്. മറ്റുള്ള ഇത്ര സാധനം വെച്ച് അവൻ വോട്ട് ചെയ്തോണം. അവൻ്റെ വോട്ട് മാറ്റാനൊന്നും ഈ ഇലക്ഷൻ കമ്മീഷന്, ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിക്കൊന്നും ഒരു പരിപാടിയും നടക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോടതി ഇടപെടാനുണ്ടായ കാരണം കോടതിക്കറിയാം ഇത് ഇവരുടെ കസ്റ്റഡിയിൽ നിന്നും നിൽക്കുന്ന സംഭവമൊന്നുമല്ല.